Excel Maths. Now move on to the last exercise in this chapter given in page number 13. For each of the fractions below, find fractions with denominators powers of 10 getting closer and closer to it and hence write its decimal form. First one is 2 by 3. അപ്പോൾ നമ്മൾ ഇത്രയും രണ്ട് എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ 1 by 3യുടെയും 1 by 6ന്റെ ഒക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 by 3യുടെ കേസ് നോക്കാൻ പോവാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 by 3 ഇൻറ്റു ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 2 by 10 ഇൻറ്റു 10 by 3. ഓക്കെ, അപ്പൊ ഈ 10 by 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയാലോ. അതെങ്ങനെ എഴുതാം? 2 by 10 ഇൻറ്റു എങ്ങനെ 10 by 3 എഴുതാം? 3 1 by 3 അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? 2 by 10 ഇൻറ്റു 3 പ്ലസ് 1 by 3 ആണ്. സെയിം തന്നെയാണ്, നമുക്കറിയാതെ. അപ്പൊ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 by 10 പ്ലസ് 2 by 30. ഓക്കെ, 2 by 30 എന്ന് പറയുമ്പോൾ 1 by 15 ആയിട്ട് എഴുതാം. അതായത് ഇനി ഈ 2 by 3യുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് 6 by 10 കൊണ്ടുവരണം. 2 by 3 മൈനസ് 6 by 10 is equal to 1 by 15. ഇതിങ്ങനെ വെട്ടി കുറച്ച് വേണമെങ്കിൽ 1 by 15 എന്നും എഴുതാം. 2 by 30 ഇട്ടു വെച്ച് കുഴപ്പമില്ല, എന്നാലും പറഞ്ഞതാ. 2 by 3 മൈനസ് 6 by 10 ഈക്വൽസ് 1 by 15. അപ്പോൾ ഒരു നമ്പർ നമുക്ക് 6 by 10 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി 100 വെച്ച് നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് ഒരെണ്ണം 6 by 10 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ 100 വെച്ച് ചെയ്യാൻ പോവാം. എന്താ ചെയ്യണ്ടേ? 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ. ഓക്കെ, ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യും? 2 by 100 ഇൻറ്റു 100 by 3 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അത് 100 by 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 by 100 ഇൻറ്റു 33 1 by 3 എന്ന് അറിയാം അല്ലെ? 33 1 by 3 ആണ്, 100 by 3 എന്ന് പറയുന്നത്. നടുക്ക് ഒരു പ്ലസ് ഇട്ട് 33 1 by 3 രണ്ടും സെയിം തന്നെയാണ്. 33 പ്ലസ് 1 by 3. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ എത്ര കിട്ടും? 33 ഇൻറ്റു 2 എന്ന് പറയുന്നത് 66 ആണ്. അപ്പൊ 66 by 100 പ്ലസ് 2 by 300. ഓക്കെ, ഇതെന്നാണ് 2 by 3ക്ക് ഈക്വലന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും. 2 by 3 മൈനസ് 66 by 100 is equal to 2 by 300 അല്ലെങ്കിൽ 1 by 150 എന്ന് എഴുതാം. അപ്പൊ അടുത്ത നമ്പർ നമുക്ക് കിട്ടിയല്ലോ. 2 by 3യോട് അടുത്ത് കിടക്കുന്ന നമ്പർ, അതിനേക്കാൾ 6 by 10നേക്കാൾ കുറച്ചും കൂടി അടുത്ത് വരുന്ന നമ്പർ ഏതാ? 66 by 100. 66 by 100 അടുത്ത നമ്പർ കിട്ടി. ഇനി നമുക്ക് 100ന് വരെ നമ്മൾ 1000 വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് വരേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. 1000 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതെങ്ങനെ വരും? നമ്മൾ എഴുതണേ 2 by 1000 ഇൻറ്റു 1000 by 3 which is equal to 2 by 1000 into 1000 by 3 എങ്ങനെ എഴുതാം? 3 plus 1 by 3. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോ 666 by 1000 plus 2 by 3000. ഓക്കെ, അപ്പൊ 2 by 3 ലാസ്റ്റ് തന്നെ 2 by 3 minus 666 by 1000 is equal to 2 by 3000. അപ്പൊ അടുത്ത 2 by 3യുടെ തൊട്ടടുത്ത് വരുന്ന നമ്പർ അടുത്ത് ഏതാ? 666 അല്ലെങ്കിൽ 666 by 1000. അപ്പൊ അടുത്തത് നമുക്ക് കിട്ടി 666 by 1000. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോ 2 by 3യുടെ അടുത്ത് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 0.6 0.66 0.666 എക്സെട്ര. അങ്ങനെയാകുമ്പോ 2 by 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.666 എക്സെട്ര. ഈ ഫ്രാക്ഷൻസ് 6 by 10, 66 by 100, 666 by 1000 etc. are closer and closer to fraction 2 by 3. അപ്പൊ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0.6, 0.66, 0.666 etc. അതെല്ലാം ഈ 2 by 3 എന്ന ഫ്രാക്ഷന്റെ അടുത്ത് വരുന്ന വാല്യൂസ് ആണ്. അപ്പൊ 2 by 3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.666 etc. ഈ 6 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 5 by 6. ഇതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഫ്രാക്ഷൻ ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. 5 by 6 നമ്മൾ ആദ്യം ചെയ്ത പോലെ എന്താ ചെയ്യേണ്ടത്? 5 by 6 ഇൻറ്റു 10 by 10 ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ അതെങ്ങനെ എഴുതണ്ടേ? 5 by 10 ഇൻറ്റു 10 by 6. 5 by 10 into 10 by 6 എങ്ങനെ എഴുതണ്ടേ? 1 2 by 3.
അല്ലെ നമ്മൾ ആദ്യമേ ചെയ്തല്ലായിരുന്നത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 1 6 4 ടൈംസ്, അതായത് 1 4/6 വരും. ഇത് കുറച്ച് ഒന്നൊരു വെട്ടി കുറയ്ക്കാം. അപ്പൊ ഇവിടെ 2/3 വരും, അതായത് 1 2/3. ഇതിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം 1 + 2/3, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. അപ്പൊ 5/10 പ്ലസ് 10/30. 5/6 മൈനസ് 5/10 ഈക്വൽസ് 10/30. അപ്പൊ 5/6ന്റെ അടുത്ത് തന്നെ ആദ്യത്തെ നമുക്ക് നമ്പർ കിട്ടിയ എത്രയാ? 5/10. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 100 വെച്ച് ചെയ്തു നോക്കും. 5/6 ഇൻറ്റു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 100 വെച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എത്ര വാല്യൂ തന്നെ? 5/100 ഇൻറ്റു 100/6. ഇതെങ്ങനെ 100/6 എഴുതണ്ടേ? 100/6 4 40 again 6 36 40 4 പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 16 4/6 വന്നു. അതായത് 16 2/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും തന്നെ എഴുതാം, കുഴപ്പമില്ല. is equal to 5/100 into 16 plus 4/6. അതായത് 16 into 5 എന്ന് പറയുമ്പോൾ 80/100 plus 20/600, അല്ലെങ്കിൽ 1/300 എന്നും എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി 5/6 ഈക്വൽ ടു ആണ് ഇത്. അതായത് 5/6 മൈനസ് 80/100 is equal to 20/600 കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത വാല്യൂ കിട്ടി 80/100. ഇതിന്റെ അടുത്ത് വരുന്ന വേറൊരു ഫ്രാക്ഷൻ ആണ് 80/100. 5/6 എന്ന ഫ്രാക്ഷന്റെ അടുത്ത് വരുന്ന മറ്റ് ഒരു ഫ്രാക്ഷൻ ആണ് 80/100. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 1000 വെച്ച് ചെയ്യും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1000 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ വരിക? 5/1000 ഇൻറ്റു 1000/6. അപ്പൊ എത്രയാ വരിക വാല്യൂ? 1000/6 ആവുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 4 ടൈംസ് 40 6 ടൈംസ് again 36 again 4 46 ബാലൻസ് 36 4. ഇനി ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 166 ഡിവൈഡഡ് ബൈ 4/6 ആണ്. അതായത് 5/1000 ഇൻറ്റു 166 പ്ലസ് 4/6. ഓക്കെ, 166 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 33 33 3 5 830. അതായത് 830 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് ഈ പ്ലസ് പ്ലസ് 20/6000. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 5/6. അപ്പോൾ 5/6 മൈനസ് 830 ഡിവൈഡഡ് ബൈ 1000 is equal to 20/6000 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത ഫ്രാക്ഷൻ ഏതാ? 830/1000. അടുത്തെന്ന് പറഞ്ഞാൽ 830/1000 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേണമെങ്കിൽ 10,000 ഇട്ട് ഇതുപോലെ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8330/10,000 അടുത്ത വാല്യൂ. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? 5/6 എന്ന ഫ്രാക്ഷനോട് അടുത്ത് വരുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാ? 5/10, 80/100, 830/1000, 8330/10,000. അങ്ങനെ ആ വാല്യൂസ് പോകും. വാല്യൂ എന്ന് പറയുന്നത് എന്തായി? 5/6 is equal to 0.8333 etc. ഇങ്ങനെ പോകും അതിന്റെ വാല്യൂ. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം 1/9 നമ്മൾ ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ 10 വെച്ച് ചെയ്യാം. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തു. 1/10 ഇൻറ്റു 10/9. 10/9 എന്ന് പറഞ്ഞാൽ എന്താ? 1 ടൈം ആണ് അല്ലെ. 1/9 ആണ്. അപ്പൊ അത് എഴുതും 1/10 ഇൻറ്റു 1 പ്ലസ് 1/9. 1/9 എഴുതും, 1 പ്ലസ് 1/9 എഴുതും, സെയിം ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒറ്റയടിക്ക് എഴുതിയത്. 1 പ്ലസ് 1/9. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1/10 പ്ലസ് 1/90. ഓക്കെ, അപ്പൊ നമ്മൾ 1/9 ഈക്വൽസ് എന്താ? 1/9 മൈനസ് 1/10 is equal to 1/90. അപ്പൊ ആദ്യത്തെ ഇതിന്റെ ഫ്രാക്ഷന്റെ അടുത്ത് വരുന്ന ഫ്രാക്ഷൻ ഏതാ? 1/10. അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? 100 വെച്ച് ചെയ്യും. ഇപ്പൊ 10 വെച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ 100 വെച്ച് ചെയ്യാൻ പാടില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? 100
1 by 100 into 100 by 9. Okay, so 1 by 100 into 100 by 9 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്? 9, 1, 10, again 1, 9. അപ്പോൾ 11, 1 by 9. അതായത് 11 plus 1 by 9. ഇങ്ങനെ എഴുതാം. Which is equal to 11 by 100 plus 1 by 900. അതായത് 1 by 9 minus 11 by 100 is equal to 1 by 900. അപ്പോൾ 1 by 9 എന്ന ഫ്രാക്ഷന്റെ അടുത്ത് വരുന്ന അടുത്ത ഫ്രാക്ഷൻ ഏതാ? 11 by 100. 11 by 100. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? 1000 വെച്ച് ചെയ്യണം. 1000 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 by 1000 into 1000 by 9 എഴുതി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 1 by 1000 into 1000 by 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? 111 1 by 9 വരും അല്ലേ? അപ്പോ ഇനി എന്ത് ഇതിനെ പ്ലസ് ഇട്ട് എഴുതാം. 111 പ്ലസ് 1 by 9 രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 111 by 1000 plus 1 by 9000. Therefore 1 by 9 minus 111 by 1000 is equal to 1 by 9000. അതിന്റെ അടുത്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 111 by 1000 ആണ്. 111 by 1000. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അത് എങ്ങനെയാ പോണെന്ന് മനസ്സിലായാലും ഇനി അടുത്ത് വരുന്ന വാല്യൂ എന്തായിരിക്കും? 4 ones ആയിരിക്കും അല്ലെ? 1111 by 1000 വരും. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ 1 by 9 എന്ന ഫ്രാക്ഷന്റെ അടുത്ത് വരുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാ? ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഫ്രാക്ഷൻസ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.111 etc. Okay. Now move on to the second question. Using algebra, explain why 1 by 10, 11 by 100, 111 by 1000 etc. of any number get closer and closer to 1 by 9 of that number. അപ്പൊ ഇവിടെ നമ്മളോട് ഓൾജിബ്ര വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ആ നമ്പറിനെ എക്സ് എന്ന് സപ്പോസ് ചെയ്യാണ്. ലെറ്റ് എക്സ് ബി ദി നമ്പർ. ഈ നമ്പറിന്റെ അല്ലെങ്കിൽ ഇനി എന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? 1 by 10, 11 by 100, 111 by 1000 etc. of this number. അല്ലെ? ഈ ഇതിന്റെയൊക്കെ നമ്പർ എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസർ ഭയങ്കര ക്ലോസർ ആയിരിക്കും. ഇതിനോട് 1 by 9 of x. ഈ നമ്പറിനോട് ഭയങ്കര ക്ലോസർ ആയിരിക്കും ഇതിന്റെ ഈ എക്സിന്റെ ഓരോ പാർട്ടും 1 by 10 പാർട്ട് ഓഫ് 1 by 10 പാർട്ട് ഓഫ് എക്സ് അല്ലെങ്കിൽ 11 by 100 പാർട്ട് ഓഫ് എക്സ് ഒക്കെ ഇതിനോട് ഭയങ്കര ക്ലോസർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓൾജിബ്ര വെച്ച് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി എന്താ ആദ്യം ചെയ്യേണ്ടത്? 1 by 10 പാർട്ട് ഓഫ് എക്സ് കാണണം. എന്തുകൊണ്ട് എന്താ? എക്സ് ഇൻറ്റു 1 by 10 which is equal to x by 10. ഓക്കെ. ഇനി അതുപോലെ തന്നെ 1 by 9 പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ തന്നെ വരുമ്പോ x into 1 by 9 which is equal to x by 9. ഇനി എന്താ കാണണ്ടേ? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പോൾ x by 9 minus x by 10 which is equal to ഇവിടെ LCM എന്ന് പറയുന്നത് 90 ആണ്. രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 90 എടുത്തു. ഇനി ഇവിടെ വരുന്നത് എന്താ? 10x minus 9x which is equal to x by 90. അപ്പൊ ഈ 1 by 10 പാർട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്ന വാല്യൂ? x by 90. ഓക്കെ. ഇനി അടുത്ത എന്താ നമ്മൾ വാല്യൂ എടുക്കേണ്ടത്? 11 by 100. ഇതിന് പകരം 1 by 10 പകരം നമ്മൾ അടുത്ത വാല്യൂ ഇത് എടുക്കാൻ പോകണം 11 by 100 വെച്ചിട്ട്. അപ്പൊ അതുപോലെ തന്നെ എഴുതും 11 by 100 പാർട്ട് ഓഫ് x എന്ന് പറയുന്നത് എന്താ? x into 11 by 100 which is equal to 11x by 100. ഓക്കെ. അപ്പൊ ഇതെന്ന് പറഞ്ഞ വ്യത്യാസം വരുന്നുണ്ട്. 11 by 9 പാർട്ട് ഓഫ് x എന്ന് പറയുന്നത് x by 9 തന്നെയാണ്. ഇനി ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് കാണും. അതായത് x by 9 minus 11x by 100. ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ എത്രയാ? 900. ഇതിന്റെ LCM എന്ന് പറയുന്നത് 900 ആണ്. ഇവിടെ എത്ര വരും? 100x minus 9 into 11 99x which is equal to എത്രയാ? x by 900. അപ്പൊ 11 by 100 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? രണ്ടും ഡിഫറൻസ് കാണുമ്പോൾ x by 900 കിട്ടി. ഓക്കെ. ഇനി അടുത്ത് എന്താ കാണേണ്ടത്? നമ്മൾ 11 by 1000 കാണണം. 111 by 1000 പാർട്ട് ഓഫ് x എന്ന് പറയുമ്പോൾ 111 x into 111 by 1000
which is equal to 111 into x by 1000. ഇതിന് വ്യത്യാസമൊന്നുമില്ല. 1/9 പാർട്ട് ഓഫ് എക്സ് x/9 തന്നെയാണ്. ഇനി ഡിഫറൻസ് കാണുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതുപോലെ തന്നെ x/9 minus 111 into x by 1000, which is equal to 1000x minus 999x by 9000. ഇതിന്റെ രണ്ടിന്റെ LCM എന്ന് പറയുന്നത് 9000 ആണ്. ഇനി ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണേ? x തന്നെ, x by 9000 is equal to, ഇവിടെ നമുക്ക് അടുത്ത ടേം കിട്ടിയത് എന്താ? x by 9000. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അടുത്തതെന്ന് പറയുമ്പോൾ x by 90,000 ആവും. ഓക്കെ, അത് അങ്ങനെ വാല്യൂസ് അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യാവുന്നേ? ദ നമ്പേഴ്സ് x by 10, 11x by 100, 100x by 1000 etc. are closer to, എന്തിനോട് ക്ലോസർ ആണ്? x by 9 നോട് ക്ലോസർ ആണ് അല്ലെ? ഇങ്ങനെ എഴുതി വന്ന് നമ്മൾ അതല്ലായിരുന്നു എഴുതിയത്. x by 9 മൈനസ് x by 10 ആദ്യം എഴുതി, പിന്നെ x by 9 മൈനസ് 11x by 100 ചെയ്തു, പിന്നെ x by 9 മൈനസ് 111x by 1000 ചെയ്തു. അപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് ഒക്കെ ഇതിനോട് ക്ലോസർ ആണ്, ആർ ക്ലോസർ ടു, closer and closer to x by 9. Therefore, the fractions 1 by 10, 11 by 100, 111 by 1000, etc. are closer and closer to, എന്തിനോട് ക്ലോസർ? 1 by 9. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, now move on to the second part of the second question. Use the general principle got above to single digit numbers to find decimal forms of 2 by 9, 4 by 9, 5 by 9, 7 by 9 and 8 by 9. അതായത് നമ്മൾ ഇപ്പൊ കുറച്ചു മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അത് 1 by 10 is 1 by 10 part of a number is closer to 1 by 9. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ 2 by 9 4 by 9 5 by 9 ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് അറിയാവുന്ന കാര്യം? സിൻസ് ആദ്യം അറിയാവുന്ന കാര്യം എന്താ? 1 by 10 part of a number is closer and closer to 1 by 9. ഈ കാര്യം നമുക്കറിയാം. അപ്പൊ അത് വെച്ച് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യാണ്. ഞാൻ എല്ലാം ചെയ്യണില്ല, ആദ്യത്തെ രണ്ടെണ്ണം ചെയ്യാം, അത് കഴിഞ്ഞ് ബാക്കി അതുപോലെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. സിൻസ് 1 by 9 is closest to 1 by 10. ആദ്യത്തെ കേസ് 2 by 9. Therefore 2 by 9 is equal to 2 into 1 by 9. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, വ്യത്യാസമൊന്നുമില്ല. 2 by 9 തന്നെയാണ്, 2 into 1 by 9 എഴുതി. അതായത് 2 into ഇതിന് തൊട്ടടുത്ത് കിടക്കണായിരുന്നു, നമ്മൾ അതിന് പകരം 1 by 10 എഴുതി. അതായത് 0.2, അതായത് 2 by 10 which is equal to 0.2. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അടുത്ത കേസ് കൊടുക്കേ. 1 by 9 is closest to 1 by 10. അതുപോലെ തന്നെയല്ലേ? സിൻസ് 1 by 9 is closest to 11 by 100. അടുത്ത നമ്പർ അല്ലെ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെയല്ലേ ചെയ്തത്? 1 by 10, പിന്നെ 11 by 100, പിന്നെ 111 by 1000. ഇതിങ്ങനെ പോവല്ലേ? അങ്ങനെ ഓരോന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? Therefore 2 by 9 is equal to, ഇതുപോലെ തന്നെ 2 into 1 by 9 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അത് കഴിഞ്ഞാലോ 2 into ഈ 1 by 9 ഇതിന്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തായിട്ട് കിടക്കുന്നത്. അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തായിട്ട് വരും. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 into 11 by 100 which is equal to 22 by 100 is equal to 0.22. അടുത്ത വാല്യൂ. ഇനി അതുപോലെ തന്നെ അടുത്തത് കാണാൻ പോകണം. സിൻസ് 1 by 9 is closest to 111 by 1000. അപ്പൊ എന്താ പറഞ്ഞേ? Therefore 2 by 9 is equal to 2 into 1 by 9. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അത് കഴിഞ്ഞിട്ടോ ഈ 1 by 9 പകരം നമ്മൾ ഇത് കൊടുക്കും. 2 into 111 by 1000 which is equal to 222 by 1000 is equal to 0.222. ഓക്കെ, ഇത് ഇങ്ങനെ റക്കർ ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? 2 by 9 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരും. എങ്ങനെ വരും? Therefore 2 by 9 is equal to 0.222 etc. ഇതാണ് 2 by 9 വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ 2 by 9 വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് എന്താ? 4 by 9. ഇതേ മെത്തേഡ്, സെയിം മെത്തേഡിൽ നമ്മൾ അടുത്ത് 4 by 9 ചെയ്യാൻ പോവാണ്.
സ്റ്റെപ്സിന് ഒന്നും വ്യത്യാസമില്ല. 2ന്റെ സ്ഥാനത്ത് 4 വരുന്നു മാത്രമേ ഉള്ളൂ. സിൻസ് 1/9 is closest to 1/10, 4/9 എന്ന് പറയുന്നത് 4 into 1/9 ആണ്. അതായത് 4 into ഈ 1/9 വരെ ഞാൻ 1/10 കൊടുത്തു, is equal to 4/10, which is equal to 0.4. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമ്പർ എടുക്കുകയാണ്. 1/9 is closest to 11/100. അപ്പൊ 4/9 എന്ന് പറയുന്നത് എന്തായി? 4 into 1/9 എഴുതി, 1/9 വരെ 11/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, is equal to 44/100, which is equal to 0.44. അതുപോലെ തന്നെ അടുത്തത് 1/9 is closest to 111/1000. Therefore 4/9 is equal to 4 into 1/9, which is equal to 4 into, ഇതിന് പകരം ഇത് വാല്യൂസ് കൊടുക്കും, 111/1000, which is equal to 444/1000, which is equal to 0.444. അപ്പോ 4/9 വാല്യൂ എന്ന് പറയുന്നത് എന്തായി? 4/9 is equal to 0.444 etc. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5/9, 7/9, 8/9 ഒക്കെ വാല്യൂസ് എന്തായിരിക്കും വരിക? ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ 5/9 is equal to എന്ത് വരും? 0.555 etc. അതുപോലെ 7/9 ചെയ്തു കഴിഞ്ഞാൽ 0.777 etc. 8/9 ചെയ്തു കഴിഞ്ഞാൽ 0.888 etc. ഇങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ വാല്യൂസ് പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, ഇങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂസ് വരുന്നത്. എല്ലാം ഒരേപോലെ തന്നെ ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ചെയ്യാത്ത, സെയിം മെത്തേഡ് സെയിം സ്റ്റെപ്പ്, 4ന്റെ സ്ഥാനത്ത് 5, 7 ഒക്കെ 8 അതൊക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പോ ഇനി ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ഒരു തേർഡ് പാർട്ട് ഉണ്ട്. വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ഡെസിമൽ ഫോംസ് വിത്ത് എ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ്? ഇങ്ങനെ വരുന്ന ഡെസിമൽ ഫോം, ഇതിന് എന്താ നമ്മൾ പറയുന്നത്? അതായത് ഡിനോമിനേറ്റർ 9 വരുന്ന സിംഗിൾ ഡിജിറ്റ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സിംഗിൾ ഡിജിറ്റ്, അതിൽ ഡിനോമിനേറ്റർ 9 വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ ന്യൂമറേറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നോക്കിക്കേ, 2/9 അതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.222. 4/9 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.444. 5/9 0.555 etc. 7/9 0.77 etc. 8/9 0.888 etc. ഈ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് നമ്പറാണ് ന്യൂമറേറ്ററിൽ വരുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാ? ഡിനോമിനേറ്റർ 9 ആയിരിക്കുമ്പോ. സിംഗിൾ ഡിജിറ്റിന്റെ കേസാണ് ഈ പറയുന്നത്. ഡിനോമിനേറ്റർ 9 ആയിരിക്കുമ്പോ ഇങ്ങനെ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു സിംഗിൾ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഈ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ 9 അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്ലോ ആയാൽ മതി. ഓക്കെ, 9 9ന്റെ മൾട്ടിപ്ലോ ആണ് ഡിനോമിനേറ്റർ എങ്കിൽ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്ററിന്റെ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, now move on to the third question. Find the decimal form of 1/11. 1/11ന്റെ ഡെസിമൽ ഫോം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് എക്സാമ്പിളും ഒക്കെ ചെയ്തതാണ്, അതുപോലെ തന്നെ ചെയ്യാം. ഇനി എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 1/11 into 10/10. വിലയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല, കാരണം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. which is equal to 1/10 into 11/10 അല്ലേ? സോറി, 10/11. 1/10 into 10/11. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്തായി? നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പൊ 1/10 into 0 plus 10/11. ഇതെന്ന് പറഞ്ഞതും 10/11 എന്ന് പറഞ്ഞതും സെയിം ആണ്, 0 ആണ് ആഡ് ചെയ്തേക്കണം, വിലയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ 1/10 into 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, അത് by 10 ഒരു വാല്യൂ ആയിട്ട് കിടക്കാൻ വേണ്ടിട്ട് അവിടെ ഇടുകയാണ്. പ്ലസ് അടുത്ത എന്ത് വരും? 10/110. ഓക്കെ, ഇനി അത് ഇപ്പഴത്തേക്ക് കൊണ്ടുവരും. 1/11 minus 0/10 is equal to 10/110. ഇത് 1. അപ്പൊ ഇത് ഒരെണ്ണം നമുക്ക് വാല്യൂ കിട്ടി 0/10 എന്നുള്ളത്, അതായത് 0. ഇനി അടുത്ത് എന്ത് ചെയ്യും? 1/11 is equal to, ഇനി ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ഉണ്ട്? 10ന്റെ അടുത്ത പവർ, അതായത് 100 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 1/11 into 100/100. ഇതുപോലെ തന്നെ ചെയ്യും. 1/10 into 1/100 into 100/11. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് 1/100 into 9 plus 1/11.
ഓക്കെ, 9 പ്ലസ് 1/11. 9 പ്ലസ് 1/11 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 100. അതായത് 9 into 11 99 പ്ലസ് 1 100. അപ്പൊ 100/11 സെയിം തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായി? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് 9/100 പ്ലസ് 1/1000. ഓക്കെ, ഇതാണ് 1/11. ഇനി ഇതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. 1/11 മൈനസ് 9/100 is equal to 1/1100. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാല്യൂ കിട്ടി 9/100. അപ്പൊ ഞാൻ ആ അവസാനം കിട്ടിയ രണ്ട് കാര്യങ്ങൾ എടുത്ത് എഴുതിയതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യണേ? 1/11നെ 10 കൊണ്ടും ചെയ്തു നമ്മൾ, അതുപോലെ തന്നെ 10ന്റെ അടുത്ത പവർ 100 കൊണ്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണ 1000 വെച്ച്. അതായത് 1/11 is equal to 1/11 is equal to 1/11 into 1000/1000. ഓക്കെ, 10ന്റെ അടുത്ത പവർ വെച്ച്, which is equal to 1/1000 into 1000/11. ഇനി നമ്മൾ എന്താ ചെയ്യണേ? 1000/11നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. which is equal to 1/1000 into എങ്ങനെ എഴുതും? 90 പ്ലസ് 10/11. 90 into 11 എന്ന് പറയുമ്പോൾ 990 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 1000 ആയി. അതായത് 1000/11 സെയിം ആൻസർ തന്നെയാണ് അല്ലെ? അപ്പൊ അങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് 90/1000 പ്ലസ് 10/11,000. ഓക്കെ, ഇനി ഈ 90/1000 നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അതായത് 1/11 മൈനസ് 90/1000 is equal to 10/11,000. ഓക്കെ, അപ്പൊ അടുത്ത ടേം നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ കിട്ടിയതിൽ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് ഇക്വേഷൻ അല്ല എന്നാലും. അപ്പൊ അതായത് 1/11ന്റെ ക്ലോസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാ? 0/10, 9/100, 90/1000. അത് അങ്ങനെ പോകും. 1/9ന്റെ ക്ലോസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ 1 2 3 2 വെച്ചാൽ നോക്കി 0/10, 9/100, 90/1000 എല്ലാം 1/11നോട് ക്ലോസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആണ്. നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് എങ്ങനെ എഴുതും? 1/11 is equal to 0.090909 etc. അത് അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, now move on to the last question in this chapter. Write the results of the operation below as decimals. ഈ 4 ക്വസ്റ്റ്യൻസ്, ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എല്ലാം സിമ്പിൾ ആണ്. നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഇത് റെക്കറിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞ? ഒരു നമ്പർ തന്നെ സിംഗിൾ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴാ ആ ഡിജിറ്റിന്റെ ഡിനോമിനേറ്റർ 9 ആയിരിക്കുമ്പോൾ അപ്പൊ അതിന്റെ ന്യൂമറേറ്റർ ആണ് റിപ്പീറ്റ് ചെയ്ത് പോണേന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് അതിന്റെ 0.11 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? 1/9. ഓക്കെ, അതുപോലെ 0.22 എന്ന് പറഞ്ഞാൽ എന്താ? 0.22 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/9. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1/9 പ്ലസ് 2/9. LCM സെയിം ആയതുകൊണ്ട് 2 പ്ലസ് 1 3/9 ആണ് ഉത്തരം നമുക്കറിയാം. ഇനി 3/9ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 9 ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് തന്നെ ഇത് ഈ നമ്പർ തന്നെ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതായത് 0.333 എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.333 എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ 0.3, 0.70, 0.33 എക്സെട്ര പ്ലസ് 0.777 എക്സെട്ര. ഇതേപോലെ തന്നെ 0.333 എക്സെട്ര ഇസ് ഈക്വൽ ടു 3/9. അതുപോലെ 0.777 എക്സെട്ര ഇസ് ഈക്വൽ ടു 7/9. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. 3/9 പ്ലസ് 7/9 which is equal to 10/9. ഓക്കെ, ഇതെങ്ങനെയാ റിപ്പീറ്റ് ചെയ്യാം? 10 9നേക്കാൾ വലിയ നമ്പർ ആയതുകൊണ്ട് ആദ്യം ഒരു 1 വരും, പിന്നെ എന്ത് വരും? 1 റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയാ? 1.111 എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0.333 എക്സെട്ര ഇൻറ്റു 0.6666. അപ്പൊ അത് ഓരോന്ന് എഴുതാം. 0.333 എക്സെട്ര ഇസ് ഈക്വൽ ടു 3/9. അതുപോലെ 0.666 എക്സെട്ര ഇസ് ഈക്വൽ ടു 6/9. ഇനി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. 3/9 into 6/9 which is equal to 18/9. Okay, 9 അല്ല, മൾട്ടിപ്ലൈ ആണ്. 18/81 which is equal to 9 കൊണ്ട് വെട്ടുമ്പോ എത്ര കിട്ടുക? 2/9. അതായത് 0.222
എക്സെട്ര. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയാ? 0.222 എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് 0.333 ദ ഹോൾ സ്ക്വയർ. 0.333 എന്ന് പറയുന്നത് 3/9 അതിന്റെ ഹോൾ സ്ക്വയർ. 333 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണം. 9 ഡിനോമിനേറ്റർ 3 ഡിനോമിനേറ്റർ വരുമ്പോഴാണ്. അപ്പൊ അത് എഴുതി. ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9. അതുപോലെ 9 സ്ക്വയർ എന്ന് പറഞ്ഞത് 81. ഇതേ സെയിം കേസ് തന്നെ വരും. 9/81 എന്ന് പറഞ്ഞാൽ 1/9 ആണ്. എന്ന് വെച്ചാൽ എന്താ? 0.111 എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് 0.444. ഇത് സ്ക്വയർ റൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ 0.4നെ കൺവേർട്ട് ചെയ്ത് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കും. അത് എങ്ങനെ വരുമ്പോഴാ? 4/9 വരുമ്പോഴാണ് 0.444 എക്സെട്ര വരുന്നത്. ഇനി ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ 2/3 എഴുതാം. 4ന്റെ സ്ക്വയർ റൂട്ട് 2ഉം 9ന്റെ സ്ക്വയർ റൂട്ട് 3. പക്ഷെ നമുക്ക് ഈ 9 ഡെസിമൽ ഡിനോമിനേറ്ററിൽ വന്നാലാണ് നമുക്ക് ഇത് ഇങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം. 3 ഡിനോമിനേറ്ററിൽ വന്നാൽ എത്രയായിരിക്കും വരിക നമുക്ക് അത് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ ഇതിന്റെ വാല്യൂ? 6/9. സെയിം തന്നെയാണ്. 6/9 എന്ന് പറയുന്നത് 2/3 എന്ന് പറയുന്ന വാല്യൂല് വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെ വാല്യൂ എത്രയും 0.666 എക്സെട്ര. ഓക്കെ, സോ വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് ക്ലാസ്. ഈ ഡെസിമൽ ഫോംസ് എന്ന ചാപ്റ്റർ തീർന്നു. ഇനി പുതിയ ചാപ്റ്ററായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.